നമ്മുടെ മഞ്ഞക്കന്മാർ നമുക്ക് നല്ല വെട്ടം വെളിച്ചൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പം ഒന്ന് കോഴിനൊക്കെ പുറത്തിറക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടോ നമ്മുടെ ചെടികൾ നനയ്ക്കാൻ ഇറങ്ങിയതാണ്. മറ്റു മഞ്ഞൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഏതൊക്കെയോ പാത്തിയൊക്കെ പൊളിഞ്ഞ് കിടപ്പുണ്ട് പോണ വഴിക്ക്. പക്ഷെ നമ്മുടെ മഴവെള്ളത്തിൻ്റെ സ്റ്റോറേജ് എപ്പോഴും ഞാൻ തന്നെ തുറന്നിട്ടതായിരിക്കും കേട്ടോ. നമ്മളിൽ നിന്ന് വെള്ളമൊന്നും കിട്ടിയില്ല, അത് മൊത്തം എംറ്റി ആയിട്ട് കിടക്കുമായിരുന്നു. കോഴികളൊക്കെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അത് അവരൊക്കെ ആക്റ്റീവായിട്ട് പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി. നമുക്കിന്നൊരു കറി ഉണ്ടാക്കിയാലോ. നാരങ്ങ വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒന്ന് വാങ്ങാൻ പോകാനൊക്കെ മടിയായിരുന്നു തന്നെ. നമ്മുടെ ഇവിടെ കിട്ടുന്ന മറ്റേ വലിയ ലെമൺ ഇല്ലേ, മഞ്ഞ കളർ യെല്ലോ ലെമൺ, അതായിട്ട് എടുക്കുന്ന 2 മതി കേട്ടോ. കടയിലൊക്കെ പോകാൻ മടിയുള്ളപ്പോൾ ഇതുപോലെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് പണി എനിക്ക് സ്ഥിരമുള്ളതാണേ. നമ്മുടെ നാരങ്ങേനെ ഒന്ന് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തെടുത്തട്ടോ. കൂട്ടത്തിൽ 2 ഷാലറ്റ്സ്, വലിയ ഷാലറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആണെങ്കിൽ 5-6 എടുത്തോട്ടോ. കുഞ്ഞുള്ളി ആയിരിക്കും ടേസ്റ്റ്. പിന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കും. പെട്ടെന്ന് പോയി ശരിയാക്കാം. പിന്നെ നമ്മുടെ എല്ലാ കറിയും വെക്കണ പോലെ തന്നെ എണ്ണ ചൂടാക്കിയുമ്പോൾ കടുകും പൊട്ടിച്ച് പച്ചമുളകും പൊട്ടിച്ച് ഈ ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുന്ന് വഴറ്റിടുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി ഇടാം. അതിനുശേഷം നമ്മുടെ നാരങ്ങ ഇടാം. നാരങ്ങയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. പുറത്ത് തുറന്നു കഴിയുമ്പോൾ നല്ല മണം വരും. നാരങ്ങയൊക്കെ അങ്ങ് വെന്ത് നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. കൂട്ടത്തിൽ ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ച് നമുക്ക് ചാറൊന്നും എടുക്കാമല്ലോ. ഞാൻ പറയാല്ലേ, വറുത്തരച്ച് കൊണ്ടുവരാറുണ്ട്. അതാണ് അതില്ലാത്തവരാണെങ്കിൽ തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചാൽ മതി. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ പെടപെടാന്നുണ്ടാക്കും. അപ്പോൾ ആ തേങ്ങ വറുത്തരച്ചും ഒരു തുള്ളി ശർക്കരയും കുറച്ച് കായം പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റ്. നമ്മുടെ നാരങ്ങക്കറി ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ. അതില്ലാത്തതുകൊണ്ട് ഞാനൊരു പപ്പടം കാച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. തണുപ്പത്ത് നമ്മുടെ നാടൻ കുത്തരിച്ചോറ് ഇങ്ങനെ എരിവും പുള്ളിയുള്ള കറിയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ.